ഈ വർഷത്തെ എക്സാം എന്ന് പറഞ്ഞാൽ അത്രക്കും നമ്മുടെ മനസ്സിനെ മാനസികമായിട്ട് ഒരുപാട് ബാധിച്ചൊരു എക്സാം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉത്തരം ബ്രില്യന്റിന്റെ സപ്പോർട്ടൊക്കെ തന്നെയാണ്. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് അത്രയും വെൽക്കമിംഗ് ആയിട്ട് പറഞ്ഞുതരാനുള്ള ആ ഒരു മെന്റാലിറ്റി ആൻഡ് ഓൾ ദാറ്റ് വാസ് വെരി വെൽക്കമിംഗ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമുക്കും തന്നെ ഒരു പഠിക്കാനുള്ള ഒരു തോന്നലും ലൈക്ക് ഡിമോട്ടിവേറ്റഡ് ആവാതെ ഇഫ് യു ആർ സ്റ്റക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് എന്നുള്ളൊരു വരുമ്പോൾ വി ഫീൽ മോർ മോട്ടിവേറ്റഡ്. ടഫർ എക്സാംസും ഈസിയർ എക്സാംസും രണ്ടും ഒരുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഈ 2025 ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയത്. എല്ലാവർക്കും പ്രൊഫസർമാർ എപ്പോഴും സ്റ്റാഫ് റൂമിൽ ഉണ്ടാവും. അവര് എപ്പോഴും നമുക്ക് ഏത് സമയത്ത് ചെന്നാലും നമുക്കാണെങ്കിൽ എന്ത് ഡൗട്ട് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ അതൊരു കുഞ്ഞു ഡൗട്ട് ആണെങ്കിൽ പോലും അവര് ലൈക്ക് അതൊരു കുറച്ചിലായിട്ട് അങ്ങനൊന്നും കാണത്തില്ല. അവർ എന്ത് ഡൗട്ട് ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരും. ഹലോ, ഞാൻ വളരെ സന്തോഷവതിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത്. അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കണത്. എന്റെ ചുറ്റും നിൽക്കുന്ന ഇവരെല്ലാവരും മാരിഗോൾഡ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കിയ കുട്ടികളാണ് അല്ലെ. സോ നമുക്ക് ഓരോരുത്തരെയായിട്ടൊന്ന് പരിചയപ്പെടാം. മോളെ പേരൊന്ന് പറയോ? എന്റെ പേര് അബിൻ ഫാത്തിമ. എന്റെ പേര് ഫാത്തിമ റഷ. എന്റെ പേര് ഹിമ. എന്റെ പേര് ലക്ഷ്മിനന്ദ മധുസൂദനൻ. എന്റെ പേര് നേഹാറേ. എന്റെ പേര് അലീന ജോണി. എന്റെ പേര് അബിക്ന ഫ്ലൈ. എന്റെ പേര് അഹ്ദ ടി ബഷീർ. എന്റെ പേര് അനഖ. എന്റെ പേര് ഫാത്തിമ ജസ. എന്റെ പേര് ശ്രേയ. എന്റെ പേര് സയ മെഡിസാം. എന്റെ പേര് ഹന്ന ട്രീസ സുജി. എന്റെ പേര് മെഹ്ന നൗഷാദ്. എന്റെ പേര് ലിഖിത സാജു. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഇപ്പോ നമ്മുടെ ബ്രില്യന്റിനോടും അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിനോടും എന്താണ് പറയാനുള്ളതെന്നൊരു മൊമെന്റ് ആണ്. നിങ്ങൾ അത്രയും ഏറെ ഹാർഡ് വർക്ക് ചെയ്തു. 1 ഇയർ നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഒക്കെ എഫോർട്ട് അതുപോലെ അതിന്റെ ഒരു റിസൾട്ട് ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ മൊമെന്റോസും നിങ്ങളുടെ കഴുത്തിലുള്ള ഓരോ മെഡലുകളും അല്ലെ. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടീച്ചേഴ്സിനോടും അതുപോലെ നിങ്ങളുടെ വാർഡൻസിനോടും നിങ്ങളുടെ ഗുരുക്കന്മാരോടും എല്ലാവരോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പറയാനുള്ളത് പ്രൊഫസേഴ്സിനോട് ഒരു വലിയ താങ്ക്സ് ആണ്. അവരിട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവരുടെ ക്ലാസ്സസും അവരുടെ നോട്ട്സും വെച്ചാണ് നമ്മൾ പഠിച്ചിട്ട് ഇത്ര തന്നെ എത്തിയത്. പിന്നെ പറയാനുള്ളത് ഓബിയസ്ലി നമ്മൾ മേരിഗോൾഡ് ഹോസ്റ്റൽ വാർഡൻ ആണ്. സാൻഡ്ര മിസ് എന്റെ വാർഡൻ ആയിരുന്നു. എനിക്ക് വയ്യാണ്ടാവുമ്പോ ഒക്കെ സിക്ക് റൂമിൽ കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റൂമിൽ വന്ന് നമ്മുടെ മാർക്കൊക്കെ ചെക്ക് ചെയ്ത് മോട്ടിവേഷൻ ഒക്കെ തരുന്ന കൂട്ടത്തിലായിരുന്നു മിസ്സൊക്കെ. പിന്നെ പറയാനുള്ളത് ഹോസ്റ്റല് ഡി ബ്ലോക്കിന് അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് നൈറ്റ് റെഫറൻസ് സൗകര്യങ്ങളും ഭയങ്കര എളുപ്പമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. നമ്മളുടെ ഡയറക്ടർ സന്തോഷ് സാർ ആയിരുന്നു. പിന്നെ കോർഡിനേറ്റേഴ്സ് സജിൻ സാറും പ്രദീപ് സാറായിരുന്നു. ഇവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വെച്ചിട്ടും നമുക്ക് മോട്ടിവേഷൻ ഒക്കെ തരാറുണ്ടായിരുന്നു. അപ്പം ഒരു വലിയ താങ്ക്സ് ആണ് പറയാനുള്ളത് ബ്രില്യൻ ഫാമിലിനോടും മേരിഗോൾഡ് ഫാമിലിനോടും. നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഓബിയസ്ലി പ്രൊഫസേഴ്സിനെ കുറിച്ച് തന്നെയാണ്. അവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും ആൻഡ് ലൈക്ക് നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് അത്രയും വെൽക്കമിംഗ് ആയിട്ട് പറഞ്ഞുതരാനുള്ള ആ ഒരു മെന്റാലിറ്റി ആൻഡ് ഓൾ ദാറ്റ് വാസ് വെരി വെൽക്കമിംഗ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നമുക്കും തന്നെ ഒരു പഠിക്കാനുള്ള ഒരു തോന്നലും ലൈക്ക് ഡിമോട്ടിവേറ്റഡ് ആവാതെ ഇഫ് യു ആർ സ്റ്റക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് എന്നുള്ളൊരു വരുമ്പോൾ വി ഫീൽ മോർ മോട്ടിവേറ്റഡ്. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ് ഫോർ മീ ഫ്രം ബ്രില്യൻസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദാറ്റ്. മാരിഗോൾഡ് ഹോസ്റ്റല് ഈ ഡി ബ്ലോക്കിന് അടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ ലൈക്ക് അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് പഠിക്കാൻ തോന്നും. അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ തോന്നും. എന്താന്നറിയില്ല, ലൈക്ക് അവിടെ ഇരുന്ന് ലൈക്ക് അങ്ങനെ ഒരു ആംബിയൻസ് ആണ്. ആൻഡ് ഓൾസോ ലൈക്ക് ഈ പ്രൊഫസർമാർ എപ്പോഴും സ്റ്റാഫ് റൂമിൽ ഉണ്ടാവും. അവര് എപ്പോഴും നമുക്ക് ഏത് സമയത്ത് ചെന്നാലും നമുക്കാണെങ്കിൽ എന്ത് ഡൗട്ട് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ അതൊരു കുഞ്ഞു ഡൗട്ട് ആണെങ്കിൽ പോലും അവര് ലൈക്ക് അതൊരു കുറച്ചിലായിട്ട് അങ്ങനൊന്നും കാണത്തില്ല. അവർ എന്ത് ഡൗട്ട് ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരും. ചിലവർക്ക് ഡൗട്ട് അപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ അടുത്ത ദിവസം വന്ന് നോക്കി നമ്മളെ വിളിച്ചു വന്ന് പറഞ്ഞു തരും. നല്ലൊരു ലൈക്ക് ബ്രില്യന്റിൽ എനിക്കൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് യാ ലൈക്ക് ഐ വുഡ് താങ്ക് ദ ഹോൾ ബ്രില്യൻ ഫാമിലി ഫോർ ഗെറ്റിംഗ് മീ ടു ദിസ് ലൈക്ക് പ്ലേസ്. സോ ഹിമക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മാരിഗോൾഡിലെ ഹോസ്റ്റലിലെ എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ഓഫ്കോഴ്സ് എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് കളിക്കുക മാത്രമല്ല, ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എല്ലാപ്പോഴും സപ്പോർട്ട് ചെയ്താണ് നിർത്തുക. ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ തന്നെ അടുത്ത ആൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് സാരില്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ ലെവലിലായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് അതുപോലെ തന്നെ സ്റ്റഡീസിലാണെങ്കിലും ഹെൽപ്പ് ചെയ്തൊക്കെയാണ് നിങ്ങൾ നിന്നത് അല്ലെ? എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ
സോ അത് നിങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും അതുപോലെ തന്നെ കോണ്ടാക്ട്സ് എല്ലാം നിങ്ങൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാ. ഓക്കെ, ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കിയിട്ട് നിൽക്കുകയാണ് അല്ലെ. സോ നമ്മുടെ ബ്രില്യന്റിനോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടൊക്കെ ഒരു നന്ദിയൊക്കെ ഉണ്ടാവുമല്ലോ. സോ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ പറ്റണതല്ല. കാരണം ഈ വർഷത്തെ എക്സാം എന്ന് പറഞ്ഞാൽ അത്രക്കും നമ്മുടെ മനസ്സിനെ മാനസികമായിട്ട് ഒരുപാട് ബാധിച്ചൊരു എക്സാം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരം ബ്രില്യന്റിന്റെ സപ്പോർട്ടൊക്കെ തന്നെയാണ്. എനിക്ക് ബ്രില്യന്റിനെ കുറിച്ച് ആദ്യം മനസ്സിൽ നന്ദി പറയാനുള്ളത് ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിനോടാണ്. കാരണം മെന്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് തരുന്ന കോർഡിനേറ്റേഴ്സ് ആണ്. അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് പോയി പറയാം, നമ്മളൊന്ന് ഓക്കെ ആവും. ഇനിയിപ്പം എക്സാമിൽ ഡൗൺ ആയി കഴിഞ്ഞാലും അവരോടൊന്ന് സംസാരിച്ചാൽ നമ്മൾ ഓക്കെ ആവും. അവർ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ എക്സാംസും പിന്നെ ഫാക്കൽറ്റീസ് ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു പിന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. എന്തൊക്കെ നടന്നാലും എക്സാം അതവിടെ നടക്കും. ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചാൽ തന്നെ ഏത് അവധി വന്നാലും എക്സാമും കാര്യങ്ങളും അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയി നടക്കും. എഴുതിയിട്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ? ഓഫ് കോഴ്സ്, കാരണം അത്ര എക്സാം എഴുതിയോണ്ട് ടഫർ എക്സാംസും ഈസിയർ എക്സാംസും രണ്ടും ഒരുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഈ 2025 ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയത് എല്ലാവർക്കും. അപ്പോൾ ഒരുപാട് ബിഗ് 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 താങ്ക്സ്. ബ്രില്യന്റിന്റെ മാരിഗോൾഡ് ഹോസ്റ്റലിലെ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോ കേട്ടത്. സോ അവർക്ക് എല്ലാവർക്കും ബ്രില്യന്റിനോട് ഒരുപാട് 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 നന്ദിയുണ്ട്. അവർക്ക് ഈ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് അവരെല്ലാവരും കരസ്ഥമാക്കിയത് ബ്രില്യന്റും അവരുടെ ഫാക്കൽറ്റീസും മെന്റേഴ്സും എല്ലാവരുടെയും കൂടി ഹെൽപ്പ് കൊണ്ടാണ്. സോ അവർക്കൊരു ബിഗ് താങ്ക്സ് ആണ് ഇവരിപ്പോ കൊടുക്കുന്നത് അല്ലേ? Brilliant Study Center, India's #1 coaching center for NEET and JEE.